ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഗ്രീൻ കാർഡിനെ പറ്റിയാണ്. അമേരിക്കയിൽ വർക്ക് വിസയിൽ വരുന്ന ഏതൊരാളുടെയും സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് സ്വന്തമാക്കുക എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ കാർഡ്, എന്താണ് ഈ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടും എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. പൊതുവേ യൂറോപ്യൻ കൺട്രീസിൽ പറയുന്ന PR, അതായത് പെർമനന്റ് റെസിഡൻസ് ആണ് അമേരിക്കയിലെ ഗ്രീൻ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതിന് പല അഡ്വാൻറ്റേജും ഉണ്ട്. ഗ്രീൻ കാർഡ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വിസ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഇല്ല. പിന്നെ അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഗ്രീൻ കാർഡ് കിട്ടുക എന്നുള്ളതാണ് അമേരിക്കയിൽ വർക്ക് വിസയിൽ വരുന്നവരുടെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് 2015 ശേഷം വന്നവർ, പ്രത്യേകിച്ച് 2015 അതിനുശേഷം വന്നവർക്ക് ഈ ഗ്രീൻ കാർഡ് കിട്ടുക എന്നുള്ളത് വളരെയധികം കോംപ്ലിക്കേറ്റഡും വളരെയധികം ടൈം എടുക്കുന്നതുമായ ഒരു പ്രോസസ്സാണ് എപ്പോഴും. അപ്പോൾ അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 2000-ന് ശേഷം, അതായത് 2000-2010 ഇടയിൽ അമേരിക്കയിൽ വന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഗ്രീൻ കാർഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ നേരിട്ട് തന്നെ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് ഗ്രീൻ കാർഡ് കിട്ടിയിട്ടായിരുന്നു അവർ അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, അതായത് 2010 മുമ്പ്. അതിനുശേഷം ഈ IT ബൂമൊക്കെ ആയതിനു ശേഷം, അതായത് ഒരുപാട് IT ജോബ് നാട്ടിൽ വരികയും ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള വിസ ഒക്കെ അപ്ലൈ ചെയ്യാനും തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഗ്രീൻ കാർഡ് പ്രോസസ്സ്, അതായത് ഇവിടെ ഒരു ബാക്ക്ലോഗ് രൂപപ്പെടുകയാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ സമയം എടുത്തു കഴിഞ്ഞാൽ, അതായത് 2015 ശേഷം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ലോഗ് വളരെയധികം കൂടിയിട്ടുണ്ട്. ബാക്ക്ലോഗ് എന്ന് വെച്ചാൽ ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ്. അപ്പോൾ അതിനുശേഷം മാത്രമേ പുതുതായി വരുന്നവരുടെ ആപ്ലിക്കേഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ബാക്ക്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അപ്പോൾ ഇത് പ്രധാനമായും ഏതൊക്കെ വിസ കാറ്റഗറിയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, H1B വിസയിൽ വരുന്ന ആൾക്കാരും H1B അല്ലെങ്കിൽ L1A വിസയിൽ L1B, ഓക്കെ, H1B വിസയിൽ വരുന്ന ആൾക്കാർ ആണ് മെയിനായിട്ട് ഇതിൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ H1B വിസയിൽ വരിക എന്ന് വെച്ചാൽ, H1B വിസ എന്ന് വെച്ചാൽ ഒരു ടെമ്പററി വിസയാണ്. 6 വർഷം മാക്സിമം നമുക്ക് സ്റ്റേ ചെയ്യാവുന്ന ഒരു വിസയാണ് ഈ H1B വിസ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് അപ്ലൈ ചെയ്ത് US വരണമെന്നാണ് റൂള്. പക്ഷേ H1B വിസയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ 6 വർഷം നമ്മൾ അമേരിക്കയിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രീൻ കാർഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. I-140 എന്നാണ് ആ ഒരു സ്റ്റേജിൻ്റെ പേര്. അപ്പോൾ I-140 സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നവരെ അമേരിക്കയിൽ നിൽക്കാം എന്നതാണ് റൂള്. അതിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നമ്മൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നവരെ നമ്മളെ വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ H1B വിസ കാലാവധിക്ക് ശേഷവും അമേരിക്കയിൽ നിൽക്കുന്നത്. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുമായിരുന്നു. 2010 ശേഷം ഒരു 12, 13, ഒരു 14 വരെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് ആൾക്കാർ വന്നിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങി. അതായത് 2010 ശേഷം തന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഇയർലി H1B വിസ കോട്ട എന്ന് പറയുന്നത് 65,000 ആണ്. 65,000 ആൾക്കാരാണ് ഇയർലി അമേരിക്ക H1B വിസ കാറ്റഗറിയിൽ അമേരിക്കയിലേക്ക് എടുക്കാറുള്ളത്, അല്ലെ അമേരിക്കയിലേക്ക് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റഗറി, അതായത് ഇതിനൊക്കെ മുമ്പായിരുന്നെങ്കിൽ, ഇപ്പോൾ 2010 മുമ്പാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ആൾക്കാർ ഫില്ല് ചെയ്യാതെ ആ വിസ ഒക്കെ ലാപ്സായി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അതായത് 2001 ആ സമയത്തൊക്കെ ആണെങ്കിൽ ഈ 65,000 എന്ന് പറഞ്ഞാൽ മാക്സിമം ആൾക്കാർ ഒരു 30,000 അതിലും താഴെ ആൾക്കാരെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ IT ഒക്കെ വന്നതിന് ശേഷമാണ് പൊതുവെ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യും, എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ളവർ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യും. അതിനനുസരിച്ചിട്ട് പെറ്റീഷൻ്റെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും 65,000 ആണ് വിസ അപ്രൂവ്ഡ് ആണെങ്കിൽ, 65,000 ആണ് അലൗഡ് വിസ എങ്കിലും ഓൾമോസ്റ്റ് ഒരു 1,00,000 അതിന് മുകളിലൊക്കെ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള കേസല്ല, പക്ഷേ പ്രധാനമായും
ഇന്ത്യയിലാണ് ഈ ഒരു വിസ കാറ്റഗറി അധികവും അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 65,000 മുകളിലും വിസ പെറ്റീഷൻ അപ്ലിക്കേഷൻ വരുമ്പോൾ അവരത് ഒരു ലോട്ടറി സിസ്റ്റം വഴിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു ലോട്ടറിയിൽ ആർക്കൊക്കെയാണ് കിട്ടുന്നത് അവരൊക്കെയാണ് ഈ ആപ്ലിക്കേഷന് എലിജിബിൾ ആവുകയും അവരുടെ ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഈ H1B വിസ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ ഒരു കാറ്റഗറി കംപ്ലീറ്റ്ലി ഫുള്ളാണ്. അതായത് 65,000 എബോവ് ആൾക്കാർ ഫയൽ ചെയ്യും, ഓൾമോസ്റ്റ് 65,000 ആൾക്കാർക്ക് തന്നെ അത് കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ 20,000 കാറ്റഗറി 20,000 വിസ ഒരു അമേരിക്കയിൽ MS ചെയ്തിരിക്കുന്നവർക്കും അലോട്ടഡ് ആണ്. അപ്പോൾ 85,000 വിസയാണ് ഓൾമോസ്റ്റ് ഇയർലി അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റം കാരണം കൂടുതൽ ആൾക്കാർ എല്ലാ വർഷവും അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇവിടെ വരുന്നവർ മാക്സിമം ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വരുന്നവർക്ക് പൊതുവെ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരികയും കമ്പനി വഴി അവർക്ക് ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ, അതായത് ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് നോൺ ഇമിഗ്രൻ്റ് വിസയല്ല, ഗ്രീൻ കാർഡ് പറഞ്ഞ ഇമിഗ്രൻ്റ് വിസയാണ്. അപ്പോൾ ആ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുകയും അങ്ങനെ ഒരുപാട് പേര് ഗ്രീൻ കാർഡ് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് ഈ ഗ്രീൻ കാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഡിലേ ആയി. അതായത് അമേരിക്ക ഗ്രീൻ കാർഡ് എല്ലാ ഇയറും കൊടുക്കുന്നുണ്ടെങ്കിലും ഓരോ കൺട്രീസിനും ഓരോ രാജ്യത്തും ഒരു ക്യാപ്പ് ഉണ്ട്. അതായത് ആ ഒരു ഡൈവേഴ്സിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു രാജ്യത്തു നിന്ന് മാത്രം ആൾക്കാർ അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തു നിന്നുള്ളവർക്കും ഒരു പെർസെൻറ്റേജ്, അതായത് പൊതുവെ 7% ഓർ ബിലോ ആ ഒരു പെർസെൻറ്റേജാണ് മൊത്തം ഗ്രീൻ കാർഡിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് ഓരോ രാജ്യത്തും അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആളായാലും അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നുള്ള ആളായാലും പാകിസ്ഥാനിൽ നിന്നുള്ള ആളായാലും എല്ലാവർക്കും ആ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് അലോട്ടഡ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിലും വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ അവർക്ക് ഈ അപ്ലിക്കേഷൻ ഫയലിംഗ്, അപ്പോൾ ഈ 7% പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫാമിലി മെമ്പേഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു 7% മൊത്തം ഗ്രീൻ കാർഡിൻ്റെ 7% കൺസിഡർ ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരു ഫാമിലി ബേസ്ഡാണ് ഈ ഗ്രീൻ കാർഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 7% പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫാമിലി മെമ്പേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ കണക്കൂട്ട് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ വരികയും ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇയർലി ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അതൊക്കെ ബാക്ക്ലോഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു 10 years ആയിട്ട് ഈ ഒരു ബാക്ക്ലോഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും നമ്മൾ ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ അതിന് മുകളിൽ ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് വന്നവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ കാർഡിന് വേണ്ടിയിട്ട്. H1B വിസയിൽ വന്നവരും L1 വിസയിൽ വന്നവരും. അപ്പോൾ ഇങ്ങനെ അവർക്ക് മാക്സിമം ഫില്ല്, അതായത് നമ്മളുടെ കൺട്രി ക്യാപ്പിനനുസരിച്ച് മാത്രമേ ഗ്രീൻ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നതിനനുസരിച്ച് ബാക്ക്ലോഗ് രൂപപ്പെട്ടു. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഏകദേശം 2013 ആ സമയത്ത് ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തവരുടെ, അതായത് I-140 കംപ്ലീറ്റ് ചെയ്തവരുടെ ആണ് ഇപ്പോൾ ഗ്രീൻ കാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2013. അപ്പോൾ നോക്കണം, അപ്പോൾ ഏകദേശം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 വർഷത്തോളം, അതായത് കഴിഞ്ഞ 10 വർഷം 11 വർഷമായിട്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കുന്നവരുടെ ഗ്രീൻ കാർഡൊന്നും ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇതിൽ 2 കാറ്റഗറി ഉണ്ട് ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിന്, അതായത് ഫൈനൽ ആക്ഷൻ ഡേറ്റും ഫയലിംഗ് ഡേറ്റും ഫൈനൽ ആക്ഷൻ ഡേറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ബാക്ക്ലോഗിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോവിഡ് വന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ബാക്ക്ലോഗ് കുറച്ച് പോകാറുണ്ടായി, കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാറുണ്ടായി. 2015 വരെയൊക്കെ പോയി. കാരണം ആ സമയത്ത് വേറെ ഒരുപാട് പേര് അമേരിക്കയിൽ വരാതിരിക്കുകയും അപ്പോൾ കുറച്ചും കൂടി ഗ്രീൻ കാർഡ് അപ്പോൾ കുറച്ചും കൂടി ഗ്രീൻ കാർഡ്സ് അവൈലബിൾ ആകുകയും അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് 2020 ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് കുറച്ച് മുന്നോട്ട് പോയി. അതായത് 2015 വരെയൊക്കെ പോയി ഈ ഒരു ഡേറ്റ്, അതായത് ഈ പ്രയോറിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രയോറിറ്റി ഡേറ്റ് വെച്ചാൽ ആ സമയത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെയാണ് വിസ പൊതുവെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബാക്ക്ലോഗ് തരുന്നത്. അപ്പോൾ ഈ ബാക്ക്ലോഗ് പ്രധാനമായും ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാരെയും ചൈനക്കാരുടെയാണ്. കാരണം ഈ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ആൾക്കാരാണ് പൊതുവെ ഏറ്റവും അധികം ഈ ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്.
പ്രധാനമായും കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം ബാക്ക്ലോഗിൽ നിൽക്കുന്നത്. ഏത് കാറ്റഗറിയിലുള്ളവരാണ് പ്രധാനമായും ബാക്ക്ലോഗിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് പ്രോസസ്സിന് 3 സ്റ്റേജ്, അതായത് EB1, EB2, EB3, അതായത് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് 1, 2, 3 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, അതായത് മാനേജറൽ റോളിലുള്ള, അതായത് L1A വിസയിൽ വരുന്ന ആൾക്കാരൊക്കെയാണ് EB1 കാറ്റഗറിയിൽ വരുന്നത്. EB2 ആണ് ടെക്നിക്കൽ കാറ്റഗറി, അതായത് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറിയിലാണ് ഈ EB2 വരുന്നത്. അപ്പോൾ പ്രധാനമായും ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഒരു കാറ്റഗറിയാണ് EB2ഉം അതിന് ശേഷം വരുന്നത്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി ഉള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ് EB3. അപ്പോൾ EB2, EB3 ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും അധികം ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തിരിക്കുന്നതും അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ബാക്ക്ലോഗിലുള്ളതും. ഓക്കെ, അപ്പോൾ EB1ലുള്ള ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ വളരെ കുറവ് ആൾക്കാരായിരുന്നു. അതായത് മാനേജറിൽ, അതായത് ഡയറക്ടർ റോളിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു EB1 വഴി ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനമായും L1 വിസയിൽ വരുന്നവരായിരുന്നു ഈ കാറ്റഗറിയിൽ വരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞൊരു 3 വർഷം വരെ കറണ്ട് ആയിരുന്നു. അതായത് കഴിഞ്ഞ 3 വർഷം നോക്കി കഴിഞ്ഞാൽ ഈ വിസയിൽ അപ്ലൈ ചെയ്യുന്നവരുടെ വിത്തിൻ 1 or 2 ഇയേഴ്സ് ഗ്രീൻ കാർഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാറ്റഗറിയും ഇപ്പോൾ ബാക്ക്ലോഗിലാണ്. എന്നാലും വലിയൊരു ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ EB2, EB3 ഒക്കെ ഓൾമോസ്റ്റ് 10-11 ഇയേഴ്സ് ബാക്ക്ലോഗിലാണെങ്കിലും ഈ ഒരു കാറ്റഗറി ഇപ്പോൾ EB1 എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 വർഷം 2022 ഇപ്പോൾ ഗ്രീൻ കാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2022 ഫയൽ ചെയ്തവരുടെ ഗ്രീൻ കാർഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായും അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് വന്നവർക്കാണ് ഈ ഒരു ബാക്ക്ലോഗിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അത് പ്രധാനമായും വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കൺട്രി ബേസ് കോട്ട ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ കൺട്രി ബേസ് കോട്ട ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അതിന് പല പ്രോസസ്സുണ്ട്. അമേരിക്കൻ സെനറ്റിൻ്റെ ഒക്കെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം. അതങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഈ ഒരു ബാക്ക്ലോഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അമേരിക്കയിലേക്ക് ഗ്രീൻ കാർഡ് മോഹവുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർ ഈ ഒരു പറഞ്ഞ EB1 അല്ല EB2, EB3 കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ആ ഒരു എലിജിബിലിറ്റിയാണ് അവർക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് എത്ര ഇയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 50 ഇയേഴ്സ് 100 ഇയേഴ്സ് ഒക്കെയാണ് പറയുന്നുള്ളത്. ഓക്കെ, അതൊരു റിയൽ നമ്പർ അല്ല. എന്നാലും ആൾക്കാർ പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് ഓരോ മാസത്തെ ഈ ഒരു മൂവ്മെൻ്റ്, അതായത് എത്ര പേർക്ക് ഗ്രീൻ കാർഡ് കൊടുത്തു, ഈ പ്രയോറിറ്റി ഡേറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും അടുത്ത കാലത്തൊന്നും ഗ്രീൻ കാർഡ് കിട്ടേണ്ട ചാൻസ് വളരെ കുറവാണ്. അതൊരു റിയാലിറ്റിയാണ്. ഇവിടെ 2015 ശേഷം ഗ്രീൻ കാർഡ് ഫയൽ ചെയ്തവരുടെ സിറ്റുവേഷനും അങ്ങനെ ഈ ഒരു ബാക്ക്ലോഗിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ചേഞ്ചോ അല്ലെങ്കിൽ കൺട്രി ബേസ് കോട്ട എടുത്തു മാറ്റില്ലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഈ ഒരു ബാക്ക്ലോഗ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ലോഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ ബാക്ക്ലോഗിനെ കുറിച്ചും ഗ്രീൻ കാർഡിനെ കുറിച്ചും അറിയേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കൂടി ഗ്രീൻ കാർഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു, ബൈ.